ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി വരാൽ കറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വരാൽ കറി. ഇത് ചാലിയിൽ നിന്ന് എൻ്റെ അച്ചാച്ചൻ പിടിച്ചതാണ്. 4 എണ്ണം ഉണ്ട്. ഞങ്ങളിവിടെ ബ്രാലിൽ നിന്നാണ് ഇതിനെ പറയുക. ഇത് കുറച്ച് ചാരമൊക്കെ ഇട്ട് നന്നായി ഉരച്ച് കഴുകി എടുക്കണം. വൃത്തിയാക്കാനായിട്ട് കുറച്ച് പാടാണ്. അമ്മച്ചി അത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിറകും തലയൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കുറച്ച് നേരം പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അപ്പോൾ അത് കൂടുതൽ വൃത്തിയായിട്ട് കിട്ടും. ഇതിൻ്റെ കറി അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് വളരെ ഇഷ്ടപ്പെട്ട കറിയാണിത്. ഈ മീൻ കാണുമ്പോൾ ഒക്കെ അപ്പച്ചനെ ഞാൻ ഓർക്കും. അപ്പച്ചൻ മരിച്ചിട്ട് ജൂലൈ 2-ാം തീയതിക്ക് 3 വർഷം തികയാണ്. അപ്പോൾ അപ്പച്ചന് വളരെ ഇഷ്ടപ്പെട്ട കറിയാണിത്. നമ്മളിവിടെ മീൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചത് നന്നായിട്ട് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല പുരട്ടാനുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു 1.5 മുറി തേങ്ങ ചിരകിയെടുക്കാം. അത് പാലെടുക്കുക. 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വയ്ക്കുക. ചട്ടിയിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മിയെടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. 1-ാം പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. മീനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിക്കാവൂ. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വറ്റിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വറവിടാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇത്രയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി വരാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പറ ചോറുണ്ണാൻ ഈ കറി ധാരാളമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.